ഞാൻ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊന്ന് ആലോചിക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വർക്കിന്റെ ഇടയിൽ എൻ്റെ ഒരു കൊളീഗ്സ് വേറൊരു കൊളീഗ്സിനോട് പറയുന്നു, ഓ നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം തൊട്ടാ ഞാൻ വിചാരിക്കുന്നുണ്ട്, എന്തുവാണ് ഈ ആറ്റിറ്റ്യൂഡ്? സാധാരണ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരാള് എങ്ങനെയാണോ പെരുമാറുന്നത് അതിന്റെ ഒരു 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 റിയാക്ഷൻ ആയിരിക്കുമല്ലോ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരോട്. ചിലവരുണ്ടായിരിക്കാം ചിലപ്പം എന്ത് കാര്യം നല്ല പേഷ്യൻസ് ആയിട്ട് എടുത്ത് ആരെയും ഒരു കാമാൻ കോറ്റിലോട്ട് പോകുന്നവര്, അങ്ങനെയുള്ളവർ ചുരുക്കമായിരിക്കും അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് അതെല്ലാവരുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. മനോഭാവം എന്ന് പറയുന്നത്, മനോഭാവം അത് നെഗറ്റീവ് ആയിരിക്കാം, അത് പോസിറ്റീവ് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലൊരു സക്സസ് വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് നെഗറ്റീവായിട്ട് എനിക്ക് പരാജയമാണല്ലോ എന്നും പറഞ്ഞ് നമ്മൾ അതിലങ്ങ് മുങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ പരാജയങ്ങളിലൂടെ നമ്മൾ കുതിച്ചു ചാടി നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് എത്തുള്ളൂ. അതിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ അതുപോലെ തന്നെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം നമ്മളെ ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതുപോലെ നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന്, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്നതാണെങ്കിൽ അതിന്റെ ഔട്ട്കം എത്ര വലുതായിരിക്കും അല്ലേ. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ എപ്പോഴും ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലും അത് ശരിയാവൂടി, അങ്ങനെ ചെയ്താൽ അത് ശരിയാകത്തില്ലായിരിക്കും, അത് വേണോ, അങ്ങനെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അത് നമ്മളും ഡൗൺ ആയിപ്പോവും. പക്ഷെ നമ്മളൊരു ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴും നമ്മുടെ ഫ്രണ്ട് കുഴപ്പമില്ലടി, നമുക്കത് നോക്കാം, ട്രൈ ചെയ്യാം, അത് ഈ പ്രാവശ്യം ശരിയായില്ലെങ്കിൽ ചിലപ്പം അടുത്ത പ്രാവശ്യം ശരിയാവുമായിരിക്കും, അങ്ങനെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിലോ നമുക്ക് അത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബാധിക്കാറുണ്ട്. അപ്പം എൻ്റെ കാര്യം എന്ന് പറയുമ്പം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്നില്ലല്ലോ. അപ്പം നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കാൻ